സ്നേഹം നിറഞ്ഞവരെ, ഒരു ചെറിയ കാര്യം, ഒരു നുറുങ്ങു ചിന്ത പറയാനാണ് ഇപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കല്യാണ കുർബാന കൊയറിന് വേണ്ടി ഒരു പള്ളിയിൽ പോയി. നല്ല പാട്ടുകാരൻ അച്ഛനാണ്, നന്നായിട്ട് പാടുന്ന അച്ഛനാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കൊയറുകാർക്ക് സന്തോഷം കൂടുമല്ലോ, നന്നായിട്ട് അവതരിപ്പിക്കാമെന്നുള്ളതിൽ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ചുമയാണ്, തൊണ്ടയ്ക്ക് പ്രശ്നമാണ്, വയ്യാന്ന് പറഞ്ഞു. അതോടെ ഞങ്ങളൊന്ന് മൂഡോഫായി. എന്നാലും കുർബാന കയറി വളരെ ഭംഗിയായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതമാണ്, എനിക്ക് തീരെ ഒച്ചയില്ലായിരുന്നു. ഞാനിത് കൃത്യം ദൈവത്തിന് പറഞ്ഞു, ഈ പരിപാടി മോശമായാൽ എനിക്കല്ല, അത് അങ്ങേക്കാണ് കുഴപ്പം. അങ്ങനെ പറഞ്ഞ് കയറി ദൈവത്തെ ഭംഗിയാക്കി കൊടുത്തെന്ന് പറഞ്ഞു. വളരെ പ്രചോദകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംസാരം. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു സംഭവം ഓർക്കുന്നത്. ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തിങ്കൾ മുതൽ ശനി വരെ സ്കൂളിൽ വർക്ക് ചെയ്തു. ഞായറാഴ്ച സൺഡേ സ്കൂൾ വർക്ക് ചെയ്യും, രാവിലെ പള്ളിയിൽ പാടാൻ പോകും. ആകെപ്പാട് കിട്ടുന്ന അവധി എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ്. അങ്ങനെ സെക്കൻഡ് സാറ്റർഡേയിൽ പെരുന്തമണ്ണയിലെ അൽഫോൺസാ പള്ളിയിൽ 6 വർഷം സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ച അവിടെ പോയി പാടുന്നു, സെക്കൻഡ് സാറ്റർഡേ പോയി പാടുന്നു, നമ്മൾ പോരുന്നു. ഒരു ദിവസം 1-2 പ്രാവശ്യം ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം തീരെ ഒച്ചയില്ല, സൗണ്ടൊരു സാധനമേ ഇല്ല. എങ്ങനെ പോയി പാടാൻ പറ്റും? ആളുകളെല്ലാം വരുന്നില്ല, പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ, അവർക്ക് അരോചകം ഉണ്ടാകാൻ പാടില്ല, അപസരം ഉണ്ടാകാനും പാടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതിപ്പം ഞാൻ എനിക്ക് വേണ്ടി അല്ലല്ലോ സേവനം ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പൈസ മേടിച്ച് ചെയ്യുന്ന സേവനമല്ല, അപ്പോൾ ഇത് അങ്ങേക്ക് വേണ്ടി ചെയ്യുന്ന സേവനമാണ്. അങ്ങ് ഇതിനെ വേണ്ട വിധം ഉപയോഗിച്ചോണം, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്രീ ആയിട്ട് ഈശോയോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. ഈ അത്ഭുതം എന്ന് പറയട്ടെ, പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ യാതൊരു പ്രശ്നമില്ല, സൗണ്ട് കയറിയായി. അപ്പോൾ ദൈവത്തിനടുത്ത് പൂർണ്ണമായി നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ അനുഭവം നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. നമ്മളെ സമയത്ത് നമ്മുടെ അടുത്ത് കഴിവുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് പ്രതീക്ഷയോടെ ഞാനിങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നില്ല. പൂർണ്ണമായും നമ്മൾ വിട്ടുകൊടുക്കണം. എനിക്കൊന്നും പറ്റില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഒച്ചയില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, ദൈവം സഹായിക്കാതെ മാത്രം വേറെ മറ്റൊരു മാർഗ്ഗമില്ല. അപ്പോൾ പൂർണ്ണമായും നമ്മൾ സറണ്ടർ ചെയ്യണം. ദൈവമേ കാത്തുകൊള്ളണമേ എന്ന് പറയുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തർ ജീവിതത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ഇല്ലേ? ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയാൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളും പറ്റുന്ന കാര്യങ്ങളും ദൈവത്തിനോട് സമർപ്പിച്ചിട്ട് ചെയ്യാൻ സാധിച്ചാൽ അത് കൂടുതൽ ഉപകാരപ്രദമാകും എന്നുള്ള ഈ ചെറു നുറുങ്ങു ചിന്ത നിങ്ങളുടെ മുമ്പിൽ അഭിപ്രായം നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.